ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ദൂതിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. എഫേസ്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വാക്യമായതുകൊണ്ട് ശബ്ദമുയർത്തി ഒന്ന് പറയാൻ കഴിയുമെങ്കിൽ സന്തോഷമായിരിക്കും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. കർത്താവിനൊന്ന് മഹത്വം കരേറ്റാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. സമയം കുറവാണെന്ന് എനിക്കറിയാം, എങ്കിലും അധരങ്ങൾ തുറന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഒരു പ്രസംഗം പറയാൻ പ്രാർത്ഥന ആവശ്യമില്ല, പക്ഷെ ദൂത് വെളിപ്പെടാൻ പ്രാർത്ഥനയല്ലാതെ മറ്റൊരായുധമില്ല. ഈ രാത്രിയിലും കൺവെൻഷൻ്റെ 3-ാം രാത്രി ദൈവവചനത്തിൻ്റെ ദൂതുകൾ വെളിപ്പെടാൻ തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ തകരാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ അധരങ്ങൾ തുറന്നൊന്നും പ്രാർത്ഥിച്ചോ. എൻ്റെ മുമ്പിലുള്ളവരും പിറകിലുള്ളവരൊക്കെ മറ്റുള്ള വേദികളെ പോലെ അല്ലിവിടെ. ഇവിടെ അസാധാരണമായ ദൈവ സാന്നിധ്യമുള്ള ഇടമാണ്. കരങ്ങൾ അടിച്ചാരാധിക്കാൻ കഴിയുമെങ്കിൽ കരങ്ങൾ അടിച്ചാരാധിച്ചോ. അന്യഭാഷയിലൊന്ന് പോരാടി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അന്യഭാഷയിലൊന്ന് പോരാടി പ്രാർത്ഥിച്ചോ. ശബ്ദമുയരട്ടെ, അധരങ്ങൾ തുറന്ന് അല്പസമയം ആത്മനിറവിൽ കർത്താവിന് ആരാധന കരേറ്റാം. കർത്താവേ, ഇന്ന് രാത്രിയിൽ വലിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതിലുപരി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ഈ രാത്രി ഇടപെടണമേ, സംസാരിക്കണമേ. മാനുഷിക ശബ്ദമല്ല, ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റാം. എനിക്ക് പിന്നാലെ അനുഗ്രഹീതനായ ദൈവദാസൻ പക്ഷേ എബി അബ്രഹാം ദൈവവചനം സംസാരിക്കും. അതുകൊണ്ട് പ്രാരംഭ സന്ദേശം കർത്താവ് നിങ്ങളോട് പങ്കുവെക്കാൻ എന്നെ ഏൽപ്പിച്ച ദൈവിക സന്ദേശത്തിനൊരു നിയോഗമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എഫേസ്യർ ലേഖനം പൗലോസിൻ്റെ തൂലികയിൽ പിറന്നു വീണ സകല ചാരുതകളും മൊത്തൊരു മഹാകാവ്യമാണ്. പൗലോസ് ഉന്നത വിദ്യാഭ്യാസത്തിനുടമയായിരുന്നു. എന്നാൽ തൻ്റെ മേൽ ദൈവകൃപയുടെ വ്യാപാരമുണ്ടായപ്പോൾ താൻ ആയിരങ്ങൾക്ക് വിടുതലായി മാറി. യഹോവയാം ദൈവം സീനായി പർവ്വതത്തിൽ മോശയ്ക്ക് കൈമാറിയ ദൈവികനായ പ്രമാണം, അതിൻ്റെ വള്ളിപുള്ളി വിസർഗം കൂടാതെ പഠിക്കാൻ ഗ്രഹിക്കാൻ അവസരം ലഭിച്ചവനാണ് പൗലോസ്. പക്ഷേ അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ദൈവസഭയ്ക്ക് അവൻ ശല്യക്കാരനായിരുന്നു. എന്നാൽ കാൽവറിയിൽ നാഥൻ കൊളുത്തിയ സുവിശേഷത്തിൻ്റെ തീജ്വാല, അഭിഷേകത്തിൻ്റെ പുതപ്പ് തൻ്റെ മേലൊന്ന് വീണപ്പോൾ താൻ ആയിരങ്ങളെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഇണങ്ങിയ ആയുധമായി മാറി. ഞാനിവിടെ നോക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എൻ്റെ മുമ്പിലും പുറകിലുമൊക്കെ ഇരിക്കുന്നവർ നല്ല കഴിവുള്ളവരാണ്. ഡൈനാമിക്കായിട്ട് എനർജറ്റിക്കായിട്ടാണ് ഇവിടെ ആളിരിക്കുന്നത്. ഈ കഴിവിനൊപ്പം ദൈവിക അഭിഷേകത്തിൻ്റെ പുതപ്പ് കൂടി നമ്മിലേക്കൊന്ന് വീണാൽ ലോകം പിടിച്ചാലും പിടികിട്ടാത്ത വിധം ദൈവം നമ്മെ ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മെ ഈ മണ്ണിൽ വ്യത്യസ്തമാക്കുന്ന ഘടകം നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണല്ല, നാം താമസിക്കുന്ന വീടല്ല, നാം സഞ്ചരിക്കുന്ന വാഹനമല്ല, നമ്മുടെ അകത്ത് ദൈവം പകർന്ന അഭിഷേകമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പെന്തക്കോസ്തുകാരാണല്ലേ? കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. പെന്തക്കോസ്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? 50-ാം ദിവസം എന്നാണ്. അത്രയുള്ള അർത്ഥം. പക്ഷേ ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ 50 എന്ന ന്യൂമറിക്കൽ സംഖ്യയല്ല നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. മർക്കോസിൻ്റെ മാളിക മുറിയിൽ കത്തിയ തീയാണ്. ഒരു യോഗം അസാധാരണമാകണമെങ്കിൽ പ്രസംഗം ഒത്തിട്ട് കാര്യമില്ല, പ്രസംഗകൻ ഒത്തിട്ട് കാര്യമില്ല. പക്ഷെ ഇരിക്കുന്ന നമ്മുടെ അകത്ത് അഭിഷേകത്തിൻ്റെ തീ അങ്ങോട്ട് കത്താൻ തുടങ്ങിയാൽ ചെറുവക്കൽ കൺവെൻഷനെ ദൈവം അസാധാരണമാക്കി മാറ്റും. ഒരു പൈതലിൻ്റെ പേര് ഞാനൊന്ന് എടുത്തു പറയുന്നതിൽ ക്ഷമിക്കണം. ഒരു ഇവാഞ്ചലിൻ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ഇവാഞ്ചലിന് വേങ്ങൂർ സെൻറ്ററിൻ്റെ പ്രൊഡക്റ്റാണ്. PYP-യിലൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനമാണ്. നല്ല കഴിവുള്ള കുഞ്ഞ്, നല്ല താലന്തുള്ള ഒരു ദൈവപൈതലാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ചെറുവക്കൽ കൺവെൻഷന് പറഞ്ഞൊരു സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നല്ല കഴിവുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ പ്രാവശ്യവും PYP-യുടെ വ്യക്തിഗത ചാമ്പ്യനായിരുന്നു. ഒരു കലാതിലകം ലഭിക്കുന്ന പോലൊക്കെ ഉള്ളൂ. പക്ഷേ കർത്താവ് ഇന്ന് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്നറിയോ? ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മീറ്റിങ്ങിന് പാടിക്കൊണ്ടിരുന്നപ്പോൾ പുറകിലിരുന്ന ഒരാൾ പറയുകയാണ്, ആ കുഞ്ഞിൻ്റെ ശബ്ദമല്ല, പക്ഷേ ശബ്ദത്തിനകത്തൊരു അഭിഷേകം ഉണ്ടെന്ന്. അതെന്നാ കാര്യം എന്നറിയാമോ? കാര്യം ആ കുഞ്ഞ് തന്നെ ഇവിടെ പറഞ്ഞു. ചെറുവക്കിൽ ഇതുപോലെ യോഗം നടന്നുകൊണ്ടിരുന്നപ്പോൾ മനോജ് കുഴിക്കാല പാഷ എനിക്ക് വളരെ പ്രിയനാണ്. അദ്ദേഹത്തിൻ്റെ അകത്തൊരു നിയോഗം വന്നുപോയി തലേ കൈവെക്കാൻ അന്ന് കത്തിയ തീയാണ് ആ കുഞ്ഞിനെ മാറ്റി മറിച്ചതെങ്കിൽ അതേ വേദിയിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ പ്രാരംഭ സന്ദേശം പറയുമ്പോൾ ഈ കൺവെൻഷൻ കഴിയുന്നതിന് മുമ്പ് അഭിഷേകമുള്ള ഒരു തലമുറ പുറത്തു വരുമെന്ന് ഹൃദയംഗമായി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അധരങ്ങൾ തുറന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. കുഞ്ഞുങ്ങളൊക്കെ കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചോ. കാര്യം ഈ തലമുറയിൽ നിന്ന്, ഈ കുഞ്ഞുങ്ങളിൽ നിന്നും അഭിഷേകമുള്ള ചിലതിനെ സ്വർഗത്തിന് ഇവിടെ നിർത്താൻ കഴിയും. പ്രൈസ് ദി ലോർഡ്.
എഫേസ്യ ലേഖനത്തെക്കുറിച്ച് അറിയപ്പെടുന്നത് AD 60, 61, 62 കാലഘട്ടങ്ങളിൽ എഴുതിയ ലേഖനമാണ് എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനത്തിൻ്റെ പ്രത്യേകത ഇതറിയപ്പെടുന്നത് ലേഖനങ്ങളുടെ രാജ്ഞി എന്നാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നല്ല സുന്ദരമായ ലേഖനം, നല്ല മനോഹരമായ ലേഖനം. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കോശി വൈദ്യൻ പൗലോസിൻ്റെ പ്രാർത്ഥന എഫേസ്യ ലേഖനത്തെ ആസ്പദീകരിച്ച് പ്രസംഗിക്കുന്നതൊക്കെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. പ്രസംഗിക്കാൻ നല്ല സുഖ, ഓരോ വാക്കുകളും അത്രമാത്രം ഈടുറ്റ കനകാംഭീര്യമാർന്ന വാക്കുകളാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാൻ ചിന്തിച്ചു, സത്യം പറഞ്ഞാൽ എഫേസ്യ ലേഖനം എന്തുകൊണ്ടാണ് ഇത്രയും സുന്ദരമായത്, എന്തുകൊണ്ടാണ് ഇത്രയും മനോഹരമായത്? ലളിതമായൊരു ഉത്തരം ഞാൻ പറയാം. എഫേസ്യ ലേഖനം പൗലോസ് എഴുതുന്നത് റിസോർട്ടിൽ ഇരുന്നല്ല. സ്തോത്രം. ചാരുകസരിൽ ഒരു കട്ടനടിച്ചെഴുതിയ ലേഖനമല്ലത്. കാരാഗൃഹത്തിനകത്ത് വേദനയോടെ എഴുതിയ ലേഖനം. ഇത്ര മനോഹരമായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം കേൾക്കണേ. പ്രതിസന്ധിയുടെ കനലെറിയുമ്പോൾ ഒരു ഭക്തൻ പറയുന്ന വാക്കുകൾക്ക് കാരിരുമ്പിനേക്കാളും കരുത്തുണ്ട്. സ്തോത്രം, സ്തോത്രം. ഇപ്പം ഞാൻ സാധാരണ ഈ പശ്ചാത്തലമൊക്കെ ഡോക്ടർ രാജുവും തോമസുമായിട്ടൊക്കെ സംസാരിച്ച് പഠിക്കാറുണ്ട്. അപ്പം അവിടെ എഫേസ്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് റോമൻ കാരാഗൃഹത്തിലാണ്. റോമൻ കാരാഗൃഹത്തിൻ്റെ പ്രത്യേകത ഞാൻ വായിച്ചത്, അവിടെ ഇരുണ്ട തടവറയ, അരണ്ട വെളിച്ചമാണ്. എഴുതണമെങ്കിൽ കണ്ണിങ്ങനെ അടുത്തോട്ട് വെച്ച് എഴുതണം. അതാ പട്ടിണിയെ. ഇപ്പോഴത്തെ ജയിൽ പോലൊന്നുമല്ല, മിക്ക സമയത്തും ആഹാരം കിട്ടത്തില്ല, പട്ടിണിയാണ്. തടവുകാരുടെ അടി മാത്രമല്ല, കാരാഗൃഹത്തിൽ നിന്ന് നല്ല തല്ലുകൊള്ളും. ശരീരം മൊത്തം നീര് വെച്ച് വേദന. ആമമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്തായാലും ചങ്ങലയുണ്ട്. അത് 6-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ചങ്ങല ധരിച്ചാണ് അകത്ത് കിടന്ന് ഈ ലേഖനം എഴുതിയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ലൊരു പ്രതിസന്ധി ഇതുപോലെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ലോകക്കാരൻ്റെ കാര്യം എനിക്കറിയത്തില്ല. അവൻ ചിലപ്പോൾ ഒരു തുണ്ട് കയറി ജീവിതം അവസാനിപ്പിക്കും. സ്തോത്രം. ഒരു പക്ഷേ അവൻ വിഷക്കുപ്പിയിൽ അവൻ്റെ ജീവിതം അവസാനിപ്പിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഒരു ഭക്തന് പ്രതിസന്ധി വന്നാൽ എന്ത് കിട്ടുമെന്ന് എനിക്കറിയാം. അറ്റ്ലീസ്റ്റ് നല്ല 4 പാട്ടും കിട്ടും, ഒരു നല്ല ദൂതും കിട്ടും. മനസ്സിലായവർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുക. ഈ പ്രതിസന്ധിയൊക്കെ അങ്ങോട്ട് വന്നപ്പോഴുണ്ടല്ലോ, ഓരോ ദിവസത്തെ പത്രമൊക്കെ എടുത്ത് നോക്കിയാൽ മതി. കടക്കെണി കൊണ്ട് കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. മക്കളെ പിടിച്ച് കിണറ്റിലിട്ടിട്ട് അമ്മയും കൂടെ ചാടിച്ചാവുകയാണ്. പക്ഷെ ഇതേ പ്രതിസന്ധി ME ചെറിയാൻ സാറിന് വന്നപ്പോൾ സാറ് പറഞ്ഞു, പ്രതിഫലം തന്നിടാൻ യേശു വന്നിടാൻ അധികമില്ലിനി നാളുകൾ നമ്മുടെ ആദികൾ തീരാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞെട്ടിച്ച് കളഞ്ഞൊരു ആത്മഹത്യയാണ് 2 ആഴ്ചയ്ക്ക് മുമ്പ്. നിങ്ങൾ എത്ര പേര് വായിച്ചെന്ന് എനിക്കറിയത്തില്ല. ഡോക്ടർ M. കുമാർ, അദ്ദേഹം ഒരു ദളിത് വിഭാഗത്തിൽ നിന്നും നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണന് ശേഷം ദളിത് വിഭാഗത്തിൽ നിന്നും ആദ്യമായിട്ട് എക്കണോമിക്സിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ച മനുഷ്യനാണ്. പക്ഷെ 2 ആഴ്ചയ്ക്ക് മുമ്പ് ശ്രീകാര്യത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജീവനറ്റ് കിടന്നു. അദ്ദേഹം എഴുതിയിരുന്ന ആത്മഹത്യക്കുറിപ്പ്, ഞാൻ ഒറ്റയാനായിരുന്നു, ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ഞാൻ ആഗ്രഹിച്ചതാ ജീവിതം അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് എനിക്ക് പരാതി ഒന്നുമില്ല, ഞാൻ ലോകം വിട്ട് യാത്രയാവുകയാണ്. എന്നാൽ സാധു കൊച്ചു ഉപദേശി, അപ്പനും അമ്മയും സഹോദരങ്ങളും ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, എല്ലാവരും പിണങ്ങി ഒറ്റയായ സമയത്ത് താൻ പാടി ആരും സഹായമില്ലാതെ പാരിൽ. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് എനിക്കൊരു സഹായകരുണ്ട്, അത് കർത്താവാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഷ്ടതയിലും പാടുവാൻ, ദുഃഖത്തിലും ആടാൻ ഭാഗ്യമുള്ളൊരു കൂട്ടമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കള. ചെറുപക്കാട് കൺവെൻഷന്റെ 3-ാം രാത്രിയിൽ പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടാണോ കൈയടിക്കുന്നേ? കഷ്ടത ഇല്ലാഞ്ഞിട്ടാണോ? ആ രോഗമുള്ളപ്പോഴും കൈയടിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നത് നാം സേവിക്കുന്നത് ആരെന്നറിയും എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ദൈവദാസന്മാർ എന്നോടൊപ്പം യെസ് വെക്കുമെന്നുള്ളതാണ് എൻ്റെ ചിന്ത. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഒരു പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ദൂത് കിട്ടുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യം ഞാൻ പറയാം. 1 ലക്ഷം രൂപ കിട്ടുന്നതിനേക്കാൾ സന്തോഷമാണ് ഒരു ദൂത് കർത്താവ് ഹൃദയത്തിനകത്ത് തരുന്നത്, അല്ലേ? സ്തോത്രം. എന്നാൽ ഡിക്ഷണറിയും കമന്ററിയും ബൈബിളും എല്ലാം വെച്ച് ഒത്തുവാക്യങ്ങൾ ചേർത്ത് പഠിച്ചൊരു മെസ്സേജ് ഉണ്ടാക്കുന്നതിനേക്കാളും സത്യം പറഞ്ഞാൽ നല്ലൊരു പ്രതിസന്ധി വരുമ്പം എവിടുന്നാ ദൂത് വരുന്നതെന്ന് പോലും അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അത് അനുഭവമുള്ള ദൈവദാസന്മാരുണ്ടെങ്കിൽ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് സ്തോത്രം പ്രസംഗം, അതുപോലെ എഴുത്ത്, ഇവനെ എങ്ങനെങ്കിലും ഒന്ന് ഒതുക്കാം എന്നും പറഞ്ഞാണ് നേരെ കൊണ്ടുവന്ന് കാരാഗൃഹത്തിനകത്തിട്ടത്. കാരാഗൃഹത്തിനകത്തിട്ടപ്പോഴുണ്ടല്ലോ അങ്ങോട്ട് തുടങ്ങി എഫേസ്യ ലേഖനം, ഫിലിപ്പ് ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലേമോന്റെ ലേഖനം. ഇവനെ എങ്ങനെ ഒതുക്കാൻ പറ്റും?
സ്വോത്രം. യോഹന്നാൻ അപ്പോസ്തലനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇയാളെ ആദ്യം തിളച്ച എണ്ണയിട്ട് നോക്കി. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം എഴുതി, 1, 2, 3 ലേഖനം എഴുതി. എന്നാൽ ഇവൻ ഇനി മേലാൽ എഴുതരുത് എന്നും പറഞ്ഞു പത്മോസിന്റെ ഏകാന്തതയിലേക്ക് ഇവനെ വലിച്ചെറിഞ്ഞപ്പോൾ ദാ വരുന്നു വെളിപ്പാട് പുസ്തകം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം പ്രതിസന്ധി അനുവദിക്കുന്നത് എന്ന ദൂത് കേൾക്കുമ്പോൾ സ്തോത്രം പറയാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഈ മോശയുണ്ടല്ലോ, നേരെ മരുഭൂമിയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം അഗ്നി ഇങ്ങനെ കത്തുക, പക്ഷെ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. ഈ മരുഭൂമിയിൽ മുൾപ്പടർപ്പ് കത്തുന്ന കാഴ്ച മോശ കണ്ടത് ആദ്യമല്ല, ആണോ? പല പ്രാവശ്യം സാധാരണ കാഴ്ചയാണ്, അപൂർവ കാഴ്ചയൊന്നുമല്ല, സാധാരണ കാഴ്ചയാണ്. സാധാരണ മരുഭൂമിയിൽ മുൾപ്പടർപ്പ് കത്തുന്ന കാഴ്ച സാധാരണ കാഴ്ചയാണ്. പക്ഷെ ഇതിനകത്തൊരു അപൂർവ കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, മുൾപ്പടർപ്പ് കത്തുന്നുണ്ടെങ്കിലും സ്വോത്രം മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. ഇതുവരെ ഇവൻ കണ്ടത് കത്തിയ തീക്കകത്ത് എന്ത് കത്തിയാലും അത് ചാരമാകുന്നതാ. ആദ്യമായിട്ട് കാണുന്നു മുൾപ്പടർപ്പ് കത്തുന്നു, പക്ഷെ ചാരമാകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പക്ഷെ മോശെ അപ്പ തിരിച്ചറിഞ്ഞില്ല എന്താ കാര്യമെന്ന്. എന്നാൽ ഒറ്റ വിളി, മോശേ മോശേ എന്ന് വിളിച്ച്. എവിടെ നിന്നറിയോ? ആ മുൾപ്പടർപ്പിന്റെ അതിന്റെ അർത്ഥം എന്നാ? ആ കത്തുന്ന തീക്കകത്ത് കർത്താവ് ഉണ്ടെന്നുള്ളതല്ലേ. അപ്പോൾ ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി, ആ തീ ശക്തമാണെങ്കിലും ആ തീക്കകത്ത് അരുമനാഥൻ ഉണ്ടെങ്കിൽ നിനക്കൊരു പോറല് പോലും പറ്റത്തില്ലെന്നാണ് ദൂത്. മനസ്സിലായവർക്കായിട്ട് കർത്താവിന് സ്തോത്രം. പക്ഷെ എന്തായാലും അത് കഴിഞ്ഞ് മോശ തിരിച്ചു പോയതുണ്ടല്ലോ വെറും കൈയായിട്ടല്ല. അവന്റെ ജനനത്തിലെ മുടിച്ചു കളയാൻ വാദിച്ചു നിൽക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ അവനെ നല്ല പ്രായത്തിലെ കൊലക്കേസിലെ പ്രതിയായതാ. അവൻ ആ നാട് വിട്ട് അലയേണ്ടി വന്നതാ. പക്ഷെ ഇനി അലച്ചിലില്ല, ഇനി നിയോഗവുമായിട്ടാ തിരിച്ചു പോയതെങ്കിൽ ഇന്ന് വചനം കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ചെറിഞ്ഞു കഴിഞ്ഞപ്പോ അവനതിന് കൂളായിട്ട് അതിനകത്ത് നടക്കുക. നിങ്ങളെ ഈ അഗ്നിയിൽ, ഞാൻ പരസ്യമായിട്ട് പറയല്ല, എങ്കിലും പരസ്യ മീറ്റിംഗ് ആയതുകൊണ്ട് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല, എങ്കിലും പറയാം, അഗ്നിയിൽ ചാടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അഗ്നിയിലെ സ്വോത്രം ഓടുന്നത് കണ്ടുണ്ടാവും. കാര്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഓടുക. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് അഗ്നിയിൽ അവർ നടക്കുന്നെന്ന. അതിൻ്റെ അർത്ഥം എന്നാ? ആ അഗ്നിയുടെ നടുവിൽ കൂളായിട്ട് അവർ നടക്കുന്നു. ഇനി സംഭവം നിങ്ങൾക്കറിയാം. ഇവർ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരെ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. അവരെ കുറിച്ച് എഴുതിയിരിക്കുന്ന അവർ മഹാബലവാന്മാരായിരുന്നു. അവരെ പിടിച്ച് അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തതും അങ്ങ് ചെന്ന് വീണില്ല. അതിനു മുമ്പ് ഈ മഹാബലവാന്മാർ ചാരമായിട്ട് അകത്തു വീണത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ എൻ്റെ പ്രിയപ്പെട്ടവരെ. പ്രതിസന്ധി നമ്മൾ അനുഭവിച്ചത് നമ്മളെക്കാളും ബലവാന്മാർ അനുഭവിച്ചപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് ചാരമായി. പക്ഷേ കഴിഞ്ഞ ചെറുവക്കൽ കൺവെൻഷൻ കഴിഞ്ഞിട്ട് അനുഭവിച്ച പ്രതിസന്ധിയുടെ എണ്ണം പറയാൻ കഴിയത്തില്ല. എന്തായാലും കരിഞ്ഞുപോയില്ല, ചാരമായില്ലെന്ന് ഹൃദയത്തിനകത്ത് ഉറപ്പുള്ളവര് അധരങ്ങൾ തുറന്ന് കർത്താവിനൊന്ന് ആരാധന കരേറ്റണം. സ്തോത്രം. കോവിഡ് വന്നവർ ഇതിനകത്തുണ്ട്. 1, 2, 3 വട്ടം വന്നവരുണ്ട്. പലരും മണ്ണിനടിയിൽ പോയപ്പോൾ ഇതിനകത്ത് കർത്താവ് കൊണ്ടുവന്നത് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കാനാണെങ്കിൽ ആ നിയോഗത്തോടെ കരങ്ങളൊന്ന് അടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ദാസന്റെ സാക്ഷ്യം ഞാൻ ലൈവായിട്ട് ഇന്നലെ കേട്ടു. അവൻ നമ്മളെല്ലാം അറിഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ ചെറുവക്കൽ കൺവെൻഷൻ കഴിഞ്ഞിട്ട് മരണകരമായ അവസ്ഥയിലൂടെ കടന്നുപോയി. പക്ഷെ ഓട്ടം തീരാഞ്ഞത് കൊണ്ട് ചാരമാകാൻ ദൈവം അനുവദിച്ചില്ല. ഇവിടെ നിർത്തിയെങ്കിൽ നമ്മൾ അനുഭവിച്ച പ്രതിസന്ധി അനുഭവിച്ച പലരും ഇന്ന് ലോകത്തിലില്ല. പക്ഷേ പ്രതിസന്ധിയുടെ 7 ഇരട്ടി ചൂട് വർദ്ധിപ്പിച്ചിട്ടും ഒരു രോമത്തിൽ പോലും ഏശാതെ ഇതിനകത്ത് കൊണ്ടുവന്നത് തമ്പുരാന്റെ മഹാകരുണയാണ് എന്ന് ഉറപ്പുള്ള പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 23-ാം സങ്കീർത്തനത്തിൽ പറയേ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. എന്നിട്ട് പറയാം, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വച്ഛതയുള്ള വെള്ളത്തിനരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു, പിന്നെ എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. നമുക്കറിയാം ഈ അവൻ എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമ്മൾ ചിന്തിച്ചോണം, അല്പം വിദൂരതയിലുള്ള ഒരാളെ കുറിച്ച് പറയുന്ന അവൻ അല്ലേ. പക്ഷേ അടുത്ത വാക്യം, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടത്തില്ല, നീ എന്നോട് കൂടെ. അപ്പൊ ദൂരെ എന്ന് ചിന്തിച്ചത് എങ്ങനെ സമീപമായി? കാര്യം കൂരിരുൾ താഴ്വരയിൽ വന്നാൽ, മരണനിഴലിന്റെ താഴ്വരയിൽ വന്നാൽ തമ്പുരാൻ ഇറങ്ങി വരും.
ഇത് മനസ്സിലായ ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം ശ്രദ്ധിക്കണേ. ചെറുമക്കൾ കൺവെൻഷൻ ഇത് ആപ്റ്റാ പറയാൻ. എന്നറിയോ, ഈ പ്രതിസന്ധി എന്തേലും വന്നാൽ നമ്മുടെ ആത്മീക ജീവിതത്തിന് ഉണ്ടാകരുത്. പൗലോസിൻ്റെ ഒക്കെ പ്രത്യേകത, പൗലോസും സീലാസും കാരാഗൃഹത്തിനകത്ത് കിടക്കുക, കാലാമത്തിലിട്ട് പൂട്ടിയത് കൊണ്ട് തുള്ളി ചാടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ തുള്ളി ചാടി ആരാധിച്ചേനെ. അപ്പം കാലാമത്തിലിട്ട് പൂട്ടിയപ്പോൾ കൈവച്ചൊന്ന് അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കൈ ചങ്ങലയാ. അപ്പം നോക്കിയപ്പം എന്നാ പിന്നെ മടുത്ത് കളയാം, ഇല്ലില്ല. നോക്കുമ്പോൾ അധരം കെട്ടിയിട്ടില്ലല്ലോ. അപ്പം അധരം തുറന്ന് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. അവിടെ എഴുതിയിരിക്കുന്നത് അർദ്ധരാത്രിയിൽ ആരാധന അങ്ങോട്ട് വെളിപ്പെട്ടപ്പോൾ ചങ്ങല അഴിഞ്ഞു, ആമമൊക്കെ പൊട്ടി, സ്വതന്ത്രമായി പുറത്തു വന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പം കരമുയർത്താൻ നമുക്ക് സാധിക്കുമല്ലോ, അല്ലേ? കരമടിക്കാൻ നമുക്ക് സാധിക്കുമല്ലോ. എന്നാൽ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ പലരും വെന്റിലേറ്ററില്ല, കാല് കെട്ടിയിട്ടിരിക്കുക, കൈ കെട്ടിയിട്ടിരിക്കുക, അധരം അനക്കാൻ കഴിയുന്നില്ല. എന്നാൽ അധരം ചലിപ്പിച്ച് കരമടിച്ച് തുള്ളിച്ചാടി ആത്മനിറവിൽ കർത്താവിനെ ആരാധിക്കാൻ ദൈവം നമുക്ക് നിയോഗം തന്നിരിക്കുമ്പോൾ മടുക്കരുത്. ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. ഹല്ലേലൂയ. നീ ശ്രദ്ധിക്കണം, ആ വാക്ക് കണ്ടോ? ഞാൻ അത് മാത്രം ഒന്ന് തൊടുക. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും. അപ്പം അനുഗ്രഹം എന്ന് തൊട്ട് മുമ്പ് പറയുന്നു, ആത്മീക അനുഗ്രഹം അതിനും തൊട്ട് മുമ്പ്. അങ്ങനെ ഓരോന്നോരോന്ന് നോക്കിയേ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹം. അപ്പം ഇതിന് നമുക്ക് നല്ലൊരു തലക്കെട്ട് കൊടുക്കാം. തലക്കെട്ട് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എന്നറിയോ? അനുഗ്രഹമെന്ന ഒരു സ്തോത്രം പറയാമോ? അപ്പം അത് കേട്ടപ്പോൾ പലരുടെയും മുഖമൊക്കെ ചുളിഞ്ഞു. ചിലർ വിചാരിക്കുന്നത് ഇവനെ വേറെ മറ്റുള്ള പ്രോസ്പെരിറ്റിയുടെ ആളെങ്ങാണ്ട. ഞാൻ പ്രോസ്പെരിറ്റിയുടെ ആളല്ല, ദരിദ്ര സുവിശേഷകനുമല്ല. ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ആളാണ്. സങ്കടമാണേലും ദുഃഖമാണേലും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവർ അതിലും വലിയ നേട്ടമുണ്ടോ? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കണം. ഈ നമ്മളുണ്ടല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്താ? ക്രിസ്തു. അനുഗ്രഹത്തിനൊരു പര്യായം ഉണ്ടെങ്കിൽ അത് യേശുവാ, അല്ലേ? ആ യേശു ഹൃദയത്തിൽ നമ്മുടെ അകത്ത് വന്നിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളെക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവർ വേറെ എവിടെ ഉള്ളത്? എൻ്റെ ആഗ്രഹം പറയാം, ഇത് കേവലം ഒരു വിശ്വാസ സംഗമമായിട്ട് മാത്രം മാറരുത്. യേശുവില്ലാത്ത ചിലർക്കിടെ അകത്ത് യേശു ഹൃദയത്തിനകത്ത് വന്ന് സംരക്ഷിതമായി കർത്താവിനെ സ്വീകരിച്ച് ഈ അനുഗ്രഹത്തിൻ്റെ അവകാശികളായിട്ട് അവർ മാറണമെന്നാണ് ഈ കൺവെൻഷൻ്റെ പ്രധാനമായ ലക്ഷ്യം. ഇനി ശ്രദ്ധിക്കണം, സ്തോത്രം. അപ്പം അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കേൾക്കണേ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നതാണ്. അപ്പം എനിക്ക് മലയാളം ഇഷ്ടമാണ്, മലയാളം വായിക്കുന്നതും ഇഷ്ടമാണ്. പക്ഷേ ഗ്രാമറുമായിട്ട് വലിയ ബന്ധമില്ല. ഇപ്പം ഞാൻ പഠിച്ചത് ഉമ്മന്നൂർ സ്കൂളിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തല്ല് കൊണ്ടിട്ടുള്ളത് മലയാള സാറിൻ്റെ ഈ ഗ്രാമർ തെറ്റിക്കുന്നതിന്. അപ്പോൾ ഈ നേരെ ചൊവ്വേ അന്ന് പഠിക്കാത്തതിൻ്റെ സകല പ്രശ്നം ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ എവിഭാഷയെ സംബന്ധിച്ചിടത്തോളം പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഗ്രാമറൊക്കെ കറക്റ്റ് പഠിച്ചതിൻ്റെ ആ പ്രസംഗത്തിൻ്റെ ശൈലിയിലുണ്ട്. അപ്പം എനിക്ക് അത്ര പിടിയില്ല. അപ്പം എന്തായാലും ഈ വാക്യം ഒന്ന് പഠിച്ചപ്പം ഞാൻ ജെയിംസ് സാറിനെ ഒന്ന് വിളിച്ചു. കാരണം വേങ്ങൂർ ജെയിംസ് സാറ് മലയാള അധ്യാപകരാണെന്ന് ഞാൻ കേട്ടു. അപ്പം സാറിനോട് ഞാൻ ചോദിച്ചു, സാറേ ഈ അനുഗ്രഹിച്ചിരിക്കുന്ന എന്ന് പറയുന്നതേ ഓൾറെഡി ഈ അനുഗ്രഹിക്കപ്പെട്ടു എന്നല്ലല്ലോ, ഇപ്പോഴും അനുഗ്രഹം ഇങ്ങനെ പിന്നെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, അത് ആ വാക്ക് അങ്ങനല്ല. യഥാർത്ഥത്തിൽ അത് അനുഗ്രഹിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പാസ്റ്റാണ്. ഓൾറെഡി ഡൺ. അനുഗ്രഹം അനുഭവിച്ചു കഴിഞ്ഞു, കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എനിക്കങ്ങോട്ട് തൃപ്തി വരുന്നില്ല, കാരണം എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല അങ്ങനെ. അപ്പം ഞാനിതൊന്ന് മാറ്റാൻ നോക്കിയിട്ട് സാറ് സമ്മതിക്കുന്നില്ല. പിന്നെ എന്തായാലും പിന്നെയും കൂടെ ഒന്ന് പഠിച്ചപ്പോൾ മനസ്സിലായി പൗലോസും ജെയിംസ് സാറിൻ്റെ അതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണെന്നറിയോ? നമുക്കിനി പ്രാപിക്കും എന്നല്ല എഴുതിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ പണിയെടുത്ത വേതനം കിട്ടും, ഒരു മാസം മുഴുവൻ പണിയെടുത്ത ശമ്പളം കിട്ടും. പക്ഷേ യേശു ഹൃദയത്തിനകത്ത് വന്ന് അകത്തോട്ട് വരുമ്പം തന്നെ സകല അനുഗ്രഹങ്ങളുമായിട്ട് ചുവട് വെക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ദൈവമക്കൾ. മനസ്സിലായവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. പിന്നെ നമ്മളോ പത്രോസിന്റെ ലേഖനത്തിൽ പറയുകയാണ്, നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അനുഭവിച്ചാൽ മതി. ഓൾറെഡി അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിഞ്ഞ് കഴിഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന കാര്യം, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ നീ അകത്തുവാ. അതിൻ്റെ അർത്ഥം എന്നറിയോ? ഇവൻ ദൈവം അനുഗ്രഹിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. മനസ്സിലായവർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യും. ഇനി നിങ്ങൾക്കെല്ലാവർക്കും ഒരു സന്തോഷത്തിന് വേണ്ടി കൊണ്ടൊരു കാര്യം പറയാം. ഈ ശാപം കേട്ട് കൈയടിക്കുന്നതിനേക്കാളും അനുഗ്രഹം കേട്ട് കൈയടിക്കുന്നതല്ലേ നല്ലത്?
ബാലാക്ക് ബിലിയാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇവനെ ഒന്ന് ശപിക്ക്. അപ്പം ഈ ബിലിയാം വന്നിട്ട് ശപിക്കാൻ വലിയ ആഗ്രഹത്തിൽ അങ്ങോട്ട് വന്നിട്ട് പറയും, എനിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ അതിനല്ല, അനുഗ്രഹിക്കാനാ. എനിക്കത് മറിയേ നാളായിട്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതിനിടയിൽ അവിടെ ഒരു വാടകയ്ക്ക് ഒരു കുടുംബം വന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബിജു എന്നാണ്, സഹോദരിയുടെ പേര് സിമി എന്നാണ്. അപ്പം ഇവരവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുക, ചാത്തുണ്ണക്കാരാണ് അവർ, താമസിക്കുകയാണ്. അപ്പം ഇവരെ അത്ര ഇഷ്ടമല്ല, പുള്ളിക്ക് ഇഷ്ടമില്ലാത്തതിന് വേറെ കാരണം ഞാൻ പിന്നെ പറയാം. അപ്പോൾ എന്തായാലും ഇവരെ ഇഷ്ടമല്ല. അങ്ങനെ ഈ പരവൂരുള്ള മന്ത്രവാദിയുടെ അടുത്ത് ചെന്ന് മന്ത്രവാദം ചെയ്തു. അങ്ങനെ എന്തായാലും ഈ ബിജുവിനെ സിമിയെ തൊട്ടാൻ ശ്രമിച്ച അന്ന് തൊട്ടിയാണ് കൈപുള്ളി. ഒരു മോൻ മാനസിക രോഗിയായി, ഒരു മോൻ്റെ ഉണ്ടല്ലോ സ്വോത്രം കുടുംബ ബന്ധം തകർന്നു. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതെന്ന് അറിഞ്ഞിട്ട് ഈ മന്ത്രവാദിയുടെ അടുത്ത് ചെന്ന് ലക്ഷണം വെച്ച് നോക്കിയപ്പം ആദ്യം ചോദിച്ച ചോദ്യം, ഇവർ പെന്തക്കോസുകാരാണെന്നാ, ഇവർ പെന്തക്കോസുകാരാണോ? അപ്പം ഇയാൾ തിരിച്ചു പറഞ്ഞു, അതൊന്നും അറിയത്തില്ല, രാത്രിയാവുമ്പോഴത്തേരങ്ങ് പാട്ടും പ്രാർത്ഥനയും ബഹളം ഒക്കെയാണ്. എന്നിട്ട് പറഞ്ഞു, പക്ഷെ 2 എണ്ണം പാവങ്ങളാണ്. അപ്പോൾ ഈ മന്ത്രവാദി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, പാവങ്ങളൊന്നുമല്ല, ഇവന്മാർ ഉഗ്രന്മാരാ, രാഷ്ട്രീയക്കാരെ ഞാൻ താഴെ ഇട്ട് തരാം, പക്ഷെ പിടിക്കാൻ കഴിയാത്തൊരു വർഗം ഉണ്ടെങ്കിൽ അത് ഈ കൂട്ടമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബന്ധനമില്ലെന്നും കെട്ടില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. എന്തായാലും കൺവെൻഷൻ ബന്ധനിൽ ബന്ധനമില്ല, കെട്ടില്ല. കാര്യം യേശു ഉള്ളവൻ എവിടെ കെട്ട്, യേശു ഉള്ളവൻ എവിടെ ബന്ധനം? അകത്ത് അഭിഷേകത്തിന്റെ നിറവുള്ളവര് അല്പസമയം ആത്മനിറവിലൊന്ന് കർത്താവിനെ ആരാധിച്ചോ. ഇങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട ദൈവജനത്തിനായി ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുക. സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം കേൾക്കണം. അനുഗ്രഹം എന്ന് കേട്ടപ്പോൾ അവിടെ കൊണ്ട് നിർത്തണ്ട. അനുഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ തൊട്ടു മേളിൽ പറഞ്ഞു സകല ആത്മീയ അനുഗ്രഹം. എന്തിനനുഗ്രഹമാണ്? ആത്മീയ അനുഗ്രഹം. ഇനി ഈ ദൂതുണ്ടല്ലോ, ഒന്ന് നിർത്തി ഒന്ന് പറയാൻ എൻ്റെ ഈ അകത്തൊരു നിയോഗമുണ്ട്. ഈ സാധാരണ ചോദിക്കാറുണ്ട്, എൻ്റെ പാർശ്വേ രോഗസൗഖ്യം വിടില്ലേ? ഉണ്ടെന്നേ, ഉണ്ട്. രോഗസൗഖ്യം ഉണ്ടോ? ഇല്ലേ, ഉണ്ട്. കടഭാരം മാറും, വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്, അതെല്ലാം സുവിശേഷത്തിലുണ്ട്. സ്വതന്ത്രം. ഈ അടുത്ത കാലങ്ങളിൽ ഞാൻ എവിടെ പോയാലും ഇന്ന് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും നമ്മുടെ ശ്രദ്ധ ആത്മീകമായിരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാം. ഒന്നാമത്തെ കാര്യം, ഈ അതാ പൗലോസ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ്. എൻ്റെ അർത്ഥം, സ്വന്തം ധനം വെച്ച് കമ്പയർ ചെയ്തപ്പോ ദൈവത്തിന്റെ ധനത്തിന്റെ മാറ്ററിഞ്ഞപ്പോ പറഞ്ഞു ഇത് ചവറ. സ്തോത്രം. മനസ്സിലായവർക്കാണ് കർത്താവിന് സ്തോത്രം. അമ്മേ. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം പൗലോസൊക്കെ അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇത് കമ്പയർ ചെയ്താൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഈ ഭൗതിക വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവഹിതമല്ലാതെ മേടിച്ച് വെച്ചാൽ തലവേദനയാവും. പക്ഷേ ആത്മീക വിഷയമാണെങ്കിൽ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ. ഈ 3-ാം രാത്രി ഞാനൊരു ആഹ്വാനം തരട്ടെ. ഈ കൺവെൻഷൻ കഴിയുന്നതിന് മുമ്പ് കൊച്ചിൻ്റെ അഡ്മിഷൻ ശരിയായില്ലെങ്കിലും, ജോലി ശരിയായില്ലെങ്കിലും, ജോലിയിൽ ഉയർച്ച കിട്ടിയില്ലെങ്കിലും ഇതിനകത്തിരിക്കുന്ന കുറേ എണ്ണം അഭിഷേകം പ്രാപിക്കണം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. ഈ വാഗ്ദത്തം നിങ്ങളുടെ കുഞ്ഞായിരിക്കത്തില്ല ഇവിടെ. പക്ഷേ നമ്മുടെ ദേശത്ത് ഒരു 50 കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറഞ്ഞങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങിയാൽ ചെറുവക്കൽ കൺവെൻഷൻ വിജയിച്ചു. സ്തോത്രം, സ്തോത്രം. ഇനി അസൂയയില്ലാത്ത ദൈവദാസന്മാർ എന്നോടൊപ്പം ആമേൻ പറയുന്ന എൻ്റെ വിശ്വാസം. ആത്മാക്കൾ വിടുവിക്കപ്പെടണം. ആത്മീയ അനുഗ്രഹമാണ്. ഒരു ചർച്ചിനകത്ത് മാത്രമല്ല, എല്ലാ സഭകളും നിറയപ്പെടണം. വേങ്ങൂർ സെന്റർ മാത്രമല്ല, IPC മാത്രമല്ല, ഷാരോ മാത്രമല്ല, AG മാത്രമല്ല, സഭകൾ നിറയപ്പെടണം. 2024 ഒരു കൊയ്ത്തിന്റെ വർഷമാക്കി സ്വർഗം മാറ്റുമെന്ന് വിശ്വാസം അകത്തുണ്ടെങ്കിൽ അധരങ്ങൾ തുറന്ന് കർത്താവിനെ ആരാധിച്ചോ. നമ്മുടെ സഭകൾക്കകത്തുണ്ടല്ലോ വർഷങ്ങളായി പിന്മാറ്റത്തിൽ നിൽക്കുന്ന ചിലത് ഈ ദിവസങ്ങൾ തിരിച്ചു വരണം. യേശുവുള്ള പാപബോധം, പഴയ കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നടന്ന അതേ ഉണർവ് നമ്മുടെ സഭകൾക്കകത്ത് സംഭവിക്കണം. സ്തോത്രം, 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 സ്തോത്രം. അപ്പൊ ആ യേശു ഈ ഭൂമിയിൽ വന്നെങ്കിൽ ആ ക്രിസ്തുവിനെയാ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നേ. ഇനി കേൾക്കണം, എൻ്റെ യേശു മരിച്ചതുണ്ടല്ലോ,
കേവലം ഭൗതികമായൊരു രോഗം മാറാൻ വേണ്ടി മാത്രമല്ലല്ലോ യേശു എന്തിനാ മരിച്ചത്. ഇന്ന് രാത്രി ആ ക്രൂശിക്കപ്പെട്ട കുഞ്ഞാടിനെ ഇവിടെ ഉയർത്തിയിട്ട് ഞാൻ പറയുന്നു, ആ കൈകളിൽ ആണി അടിച്ചത് നമ്മെ ആത്മീയമായി അനുഗ്രഹിക്കാനാ. ആ തലയിൽ മുൾക്കിരീടം ചൂടിയത് നമ്മെ ആത്മീയമായി അനുഗ്രഹിക്കാനാ. അവൻ ഭാരമേറിയ മരക്കുരിശും തോളിൽ വഹിച്ചുകൊണ്ട് ഗോൽഗോഥാവിലേക്ക് നടന്നുപോയത് നമ്മെ ആത്മീയമായി അനുഗ്രഹിക്കാനാ. ഇന്ന് രാത്രിയിൽ ഭൗതികമായ അനുഗ്രഹത്തെക്കാൾ കൂടുതൽ എനിക്ക് ആവശ്യം ആത്മീയ അനുഗ്രഹമാണ് എന്ന് ഉറപ്പുള്ള പ്രിയപ്പെട്ടവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ അബ്രഹാമൊക്കെ എന്തുകൊണ്ടാണ് വ്യത്യസ്തനായത്. അബ്രഹാമിനെ കുറിച്ച് പറയാണ്, എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ട്. ഞാൻ ചോദിച്ചോട്ടെ, വേങ്ങൂർ ജംഗ്ഷനിൽ നിങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു അച്ഛ നിൽക്കുകയാണ്, ഒരു അമ്മാമ്മ നിൽക്കുകയാണ്. അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛാ എവിടെ പോവാ എന്ന് ചോദിക്കുമ്പോൾ എവിടെ പോവാന്നൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പറയും, അച്ഛാനെ കഴിഞ്ഞ ദിവസം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, എവിടെയെങ്കിലും പുള്ളിയെ പെട്ടെന്നാക്കണമെന്ന് പറയും. അല്ലേ അല്ലേ? അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് ഇബ്രാഹിം ലേഖനകർത്താവ്, എവിടേക്ക് പോകുന്നെന്നറിയാതെ. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? അങ്ങനെ മണ്ടത്തരം കാണിച്ചതല്ല, അകത്തൊരു കാഴ്ചപ്പാട്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഭവനം. മോശയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, മോശ നമ്മൾ ചിന്തിക്കുന്നത് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടാനുള്ള ആ സുഖം, മിസ്രൈമിലെ നിക്ഷേപങ്ങൾ, ഇതെല്ലാം വേണ്ടാന്ന് വെച്ചത് മണ്ടത്തരമായെന്നാന്നോ? അല്ല, അവിടെ എഴുതി പ്രതിഫലം നോക്കിയത് കൊണ്ടെന്നാ. അങ്ങനല്ലേ നമ്മൾ പറയാറില്ല, ഒരു പ്രതിഫലവും നോക്കാതെ നമ്മൾ ഇറങ്ങി വന്നേ ആണോ? ഞാൻ അങ്ങനല്ല, കിട്ടുമെന്ന് കരുതി തന്നെ ഇറങ്ങി വന്നേ. പക്ഷെ കിട്ടാൻ ആഗ്രഹിച്ച എന്തുവാ? നിത്യതയായിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് അങ്ങ് ചെന്നില്ലെങ്കിൽ കാര്യമുണ്ടോ? ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കും. അപ്പോൾ അത് കോവിഡിൻ്റെ സമയമാണ്, അപ്പോൾ എനിക്ക് പോകാനൊന്നും പറ്റിയില്ല. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, പക്ഷെ വരാൻ പറ്റുന്നില്ല. ഈ കുഞ്ഞൊറ്റ കിടപ്പാണ്, ഒരു രക്ഷയില്ല, വരാൻ പറ്റുന്നില്ല. ഇവർ വിശ്വാസത്തിലേക്ക് വന്ന സമയമാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കുഴപ്പമില്ല, രാത്രിയിലേ ആ കുഞ്ഞിൻ്റെ പുറത്തോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം രാവിലെ വളരെ സന്തോഷത്തോടെ വിളിക്കുക. ഞാൻ ചോദിച്ചു എന്തോ വിഷയം എന്നും പറഞ്ഞ കാര്യം. കുഞ്ഞ് എഴുന്നേക്കാൻ കാര്യം കൂടെ പറയാം. ഇവരുടെ തകർന്നു, ഡോക്ടർമാരെല്ലാം എഴുതി തള്ളി, കോവിഡിൻ്റെ സമയമാണ്, എങ്ങും കൊണ്ടുപോകാൻ വയ്യ, കുഞ്ഞിൻ്റെ ജീവൻ ഏത് സമയത്തും നഷ്ടപ്പെടുമെന്നൊരു സാഹചര്യം വന്നു. അവസാനം രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ അമ്മയും അപ്പനും കൂടെ അന്യഭാഷ പറഞ്ഞ് പോരാടി പ്രാർത്ഥനയാണ്. എന്നാൽ സംഭവിച്ച കാര്യം, ഈ കുഞ്ഞിൻ്റെ ചെവി തുറന്നു, കുഞ്ഞിൻ്റെ കണ്ണ് തുറന്നു, കുഞ്ഞിൻ്റെ നരിയാണി ഉറച്ച് എഴുന്നേറ്റു, നടന്നു പുറത്ത് വന്നു. പാസ്റ്റർ പോയില്ല, ആ കുടുംബത്തിൻ്റെ കൈവപ്പ്, ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥന. ഈ ദൂത് ദൈവാത്മാവ് എനിക്ക് നൽകിയപ്പോൾ ഇവിടെ കടന്നു വന്നവരോട് പറയാൻ പറഞ്ഞൊരു കാര്യം, ആ കയ്യാൽ അധികാരം ഉണ്ടെന്നേ. നിങ്ങൾ കൈവച്ചാലും വിടുതൽ നടക്കും. കുടുംബത്തിനകത്ത് ശത്രു തേരോട്ടം നടത്താൻ സമ്മതിക്കരുത്. ഇടിവ് നിൽക്കാൻ കരുത്തുള്ള ചിലത് കയറി നിൽക്കട്ടെ. ഈ കൺവെൻഷനകത്ത് ദൈവാത്മാവ് പറയുന്നു, ദൈവത്തെ സേവിക്കുന്നവനാരെന്നും സേവിക്കാത്തവനാരെന്നുമുള്ള വ്യത്യാസം തിരിച്ചറിയിക്കുന്ന ദിവസങ്ങളാണ്. ഇതിനകത്ത് ചിലതിനെ കഴിവില്ലെന്നും പറഞ്ഞ് എഴുതിത്തള്ളിയ ചിലതിനെ ഇന്ന് രാത്രി സ്വർഗം പുറത്തെടുക്കുന്ന രാത്രിയാ. ഞാനതിന് തയ്യാറാണെന്നും പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ. ഹല്ലേലൂയ. ആരോഗ്യമുള്ളവർ കർത്താവിന് സ്തോത്രം ചെയ്തോ. അഭിഷേകത്തിന്റെ പുതപ്പ് സ്വർഗം ചിലരുടെ മേൽ ഇന്ന് രാത്രി ഇടുക. ഇനി അവസാനത്തെ ആ കാര്യം എന്ന് പറഞ്ഞിട്ടേ, ഇതെല്ലാം എവിടുന്ന? സ്വർഗത്തിലെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ യെശയ്യാവ് 66:1 പറയുകയാണ്, സ്വർഗം എൻ്റെ സിംഹാസനമാണ്. ഇനി സ്വർഗമെന്ന് കേൾക്കുമ്പോൾ എൻ്റെ അനുഭവം 60 സ്വർഗമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നൊരു ഓർഡർ വന്നാൽ ഏത് കെട്ടപ്പൊട്ടാത്തത് ഇന്ന് രാത്രി വിശ്വസിച്ചോ. നമ്മൾ സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ സിംഹാസനത്തിൽ നിന്നും നമുക്കുള്ള ഓർഡർ പുറപ്പെട്ട് കഴിഞ്ഞെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ഭാരമേറിയ വിഷയങ്ങളുമായി ഇന്ന് രാത്രി അകത്തു വന്ന ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി ചിലത് കൽപ്പിക്കുന്ന രാത്രിയാ. കർത്താവ് ചിലത് കൽപ്പിക്കുന്ന രാത്രിയാ. തലമുറകളുടെ ഭാവിയെ അടച്ചു കളഞ്ഞ, തലമുറകളുടെ ഉയർച്ചയെ മന്ദീഭവിപ്പിച്ച, ഉയർന്നു വരാൻ കഴിയാതെ ഒന്നുമാറി കുടുംബാന്തരീക്ഷത്തിൽ രോഗമിട്ട ആ ശത്രുവിന്റെ അധികാരങ്ങൾ ഇന്ന് രാത്രി തമ്പുരാൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ ആ കെട്ടുകൾ അഴിയുമെന്ന് പ്രതികരിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ പ്രതികരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗവും ഭൂമി എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പാദപീഠമാണ്. അപ്പൊ നാം തൻ്റെ സന്നിധിയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സന്നിധിയിൽ. അപ്പൊ നമ്മളിരിക്കുന്ന എവിടെ? ദൈവത്തിന്റെ സന്നിധിയിലാണ്, അല്ലേ? ഇനി ശ്രദ്ധിക്കണേ, നാം ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്നത്. അപ്പൊ ആ നമ്മളിരിക്കുന്ന ദൈവസന്നിധിയും സ്വർഗവും തമ്മിലൊരു കണക്ഷൻ വരുമ്പോൾ എന്തോ ദൈവസാന്നിധ്യമായിരിക്കും.
കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാവോ എൻ്റെ പ്രിയപ്പെട്ടവരെ? അല്ലേ? ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിന്ന് പറഞ്ഞത് ഇവിടെ തീർന്നില്ല, അത് സ്വർഗം സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു തുള്ളി കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ സ്വർഗം അത് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടുമ്പോൾ ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. സ്വർഗമെന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയാണ്. അല്ലേ? പ്രത്യാശ എന്ന് പറഞ്ഞാൽ സ്വർഗമെന്ന് കേൾക്കുമ്പോഴേ ചിന്തിച്ചോണം, ഇത് നമ്മുടെ ഭൂമിയല്ല, നമ്മുടെ നാടല്ല. സ്തോത്രം. അധികം താമസമില്ല, നമ്മുടെ വീട്ടിൽ നമ്മളെത്തും. സ്തോത്രം. ഞാനൊരു 10 വർഷം, എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ് പ്രിയ റോബിച്ചാൻ വിൽസൺ സാമുവേൽ. അപ്പോൾ ഞങ്ങളുടെ ഡെറാഡൂണി പഠിച്ചതാണ്. ഈ വർഷത്തിലൊരിക്കലൊക്കെ ഞങ്ങൾ നാട്ടിൽ വരുന്നത്, ഞാൻ എൻ്റെ കാര്യം പറയാം, ഞാൻ നാട്ടിൽ വരുന്ന വർഷത്തിലൊരിക്കലാണ്. അപ്പം അന്ന് ചെറിയ പ്രായമല്ലേ, അപ്പം ഈ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോഴേ ആഗ്രഹമാണ് നാട്ടിൽ പോകണം, നാട്ടിൽ ചെല്ലണം, ഭയങ്കര ആഗ്രഹമാണ്. സ്തോത്രം. എന്നിട്ട് പോകുന്ന ആ ദിവസം ആകുമ്പോഴത്തേന് പെതിയ ഗ്രാഫ് അങ്ങോട്ട് പൊങ്ങും, സന്തോഷത്തിൻ്റെ 10%. പിന്നെ നേരെ ഡൽഹി വന്നിറങ്ങുമ്പം നേരെ അത് 25% ആവും. ഡൽഹിയിൽ നിന്ന് നേരെ വണ്ടി പാലക്കാട് കഴിയുമ്പോഴത്തേന്, കോയമ്പത്തൂർ കഴിയുമ്പോഴത്തേന്, കേരളത്തിലേക്ക് കയറുമ്പോഴത്തേന് നേരെ അത് 50% ആവും. നേരെ കൊത്ത് വന്നിറങ്ങുമ്പോഴത്തേന് പറയാൻ കർത്താവ് നമ്മെ പ്രാപ്തമാക്കിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. കർത്താവ് നമ്മെ പ്രാപ്തമാക്കിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹം അനുഭവിക്കുന്നവരായി, ഈ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നവരായി, ഈ അനുഗ്രഹത്തിന് ഉടമയായ നമ്മുടെ നസ്രയനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നവരായി മാറാൻ കർത്താവ് കൃപയും ശക്തിയും എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഹൃദയമായി പ്രാർത്ഥിച്ചുകൊണ്ട് തുടക്കക്കാരായ ഞങ്ങൾക്കും ഇതുപോലെ അവസരമൊരുക്കിയ കർത്താവിൻ്റെ ദാസന് ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കാര്യങ്ങളൊന്നും അടിച്ച് കർത്താവിന് ആരാധന കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കും.